കടബാധ്യത പേടിച്ച് മലയാളി സ്ത്രീകൾ ഇനി ബിസിനസ് മോഹങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല. പ്രിയദർശിനി സൗജന്യ KSRTC യാത്രാ പദ്ധതിക്ക് പിന്നാലെ പ്രിയദർശിനി വായ്പാ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് കേരള സർക്കാർ. ഇപ്പോൾ ഇത് തീർത്തും ഒരു പലിശരഹിത വായ്പാ സ്കീമാണ്. കേരള സർക്കാരിന്റെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പിന് കീഴിലാണ് ഇത് വരുന്നത്. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷനാണ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വന്തമായി ബിസിനസ് തുടങ്ങാനും വികസിപ്പിക്കാനും ആഗ്രഹിക്കുന്ന മലയാളി സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പാക്കുന്നതാണ് ഈ പദ്ധതി. പദ്ധതിയെക്കുറിച്ച് വിശദമായി നോക്കാം. കേരള സർക്കാർ വനിതകൾക്കായി പ്രഖ്യാപിച്ച പലിശരഹിത സൂക്ഷ്മ ചെറുകിട സംരംഭ വായ്പാ പദ്ധതിയാണ് പ്രിയദർശിനി വായ്പാ പദ്ധതി. ശാക്തീകരണം, സ്വയം തൊഴിൽ പ്രോത്സാഹനം, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്ത്രീകൾക്ക് സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനോ നിലവിലുള്ള ചെറുകിട സംരംഭങ്ങൾ വികസിപ്പിക്കാനോ സഹായിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഏകദേശം 100 കോടി മുതൽ 200 കോടി വരെ അനുവദിക്കാനും ആയിരക്കണക്കിന് വനിതകൾക്ക് പ്രയോജനം എത്തിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് പദ്ധതി. പിന്നോക്ക വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പലിശരഹിത വായ്പ നടപ്പിലാക്കുന്നത്. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് വനിതകൾക്കായി മാത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ്. വനിതാ സംരംഭകർക്കും സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾക്കും വായ്പയ്ക്കായി ഇതിനായി അപേക്ഷിക്കാം. കുടുംബശ്രീ CDSകൾക്കും രജിസ്റ്റർ ചെയ്ത NGOകൾക്കും കീഴിലുള്ള അർഹരായ വനിതാ അംഗങ്ങൾക്ക് മുൻഗണനയുമുണ്ട്. KSBCDC വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് ആനുകൂല്യം ലഭിക്കും. ഉൽപാദനം, സേവനം, കച്ചവട മേഖലകളിൽ വരുമാനദായകമായ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നവരോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരോ ആയിരിക്കണം ഈ അപേക്ഷിക്കുന്നവർ. മലയാളികൾക്ക് നേട്ടമുണ്ടാകുന്നത് എങ്ങനെയെന്ന ചോദ്യമുണ്ടാവും. വായ്പയ്ക്ക് പലിശയില്ലെന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ഗ്രാമീണ നഗരമേഖലകളിലെ വനിതകൾക്ക് സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്താൻ ഇത് സഹായിക്കും. കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത ശക്തമാക്കും. കുടുംബശ്രീ CDSകൾ, പ്രാദേശിക കൂട്ടായ്മകൾ എന്നിവ വഴി വായ്പ ലഭിക്കുന്നത് നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കും. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട തീയതിയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും KSBCDC, കുടുംബശ്രീ ഔദ്യോഗിക കേന്ദ്രങ്ങൾ വഴി ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അപേക്ഷിക്കണം. തിരിച്ചറിയൽ രേഖകൾ, റേഷൻ കാർഡ്, വരുമാന ജാതി സർട്ടിഫിക്കറ്റുകൾ, തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിന്റെ വിവരങ്ങൾ എന്നിവ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം. വായ്പ പലിശരഹിതമാണെങ്കിലും മുതലിന്റെ തുക കൃത്യസമയത്ത് തിരികെ അടയ്ക്കേണ്ടതുണ്ട്. കൃത്യമായ തിരിച്ചടവ് ഭാവിയിൽ കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ സഹായിക്കും. പദ്ധതിയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങളോ പണം ആവശ്യപ്പെട്ടുള്ള ഫോൺ കോളുകളോ വന്നാൽ വഞ്ചിക്കപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. തദ്ദേശീയ KSBDC ജില്ലാ ഓഫീസുമായോ കുടുംബശ്രീ ഓഫീസുമായോ മാത്രം ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്താം. കേരളത്തിലുടനീളമുള്ള 50-ലധികം കുടുംബശ്രീ CDSകളിലും NGOകളിലും ഉൾപ്പെട്ട 15,000-ലധികം ഗുണഭോക്താക്കൾക്കായാണ് 100 കോടിയിലധികം രൂപയുടെ ഈ വായ്പാ വിതരണം നടക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.